അതിഥികളായിട്ട് പ്രധാന അതിഥികളായിട്ട് വന്നിട്ടുള്ള എല്ലാവരെയും ഫ്രണ്ടിലേക്ക് വന്നിരിക്കുവാനായിട്ട് ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട തോമസ് അച്ഛൻ, വിൽസൺ അച്ഛൻ, അബുന സ്വാമി പിറ്റ്, തോമസ് കുരിശാർ ഇവിടെ മുഖ്യ സ്ഥാനത്തേക്ക് വന്ന് ഇരിക്കുക. ഇപ്പോൾ ഒരു പ്രാർത്ഥന ഗാനത്തോടെ ഈ മീറ്റിംഗ് ആരംഭിക്കുകയാണ്. അതിനായിട്ട് സെന്റ് ബേസിൽ സൺഡേ സ്കൂളിലെ സീനിയർ സ്റ്റുഡൻസിനെ ക്ഷണിച്ചുകൊള്ളു. മഹത്വമുണ്ടാകട്ടെ. എത്രയും ബഹുമാനപ്പെട്ട മുഖ്യ അതിഥി തോമസ് അച്ഛ, അബുന സ്വാമി, ഫാദർ വിൽസൺ, തോമസ് കുരിശാർ, പ്രിയ സഹോദരി സഹോദരങ്ങളെ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടും സ്തോത്രം നിറഞ്ഞ സ്വരങ്ങളോടും കൂടെ ഇവിടെ നിൽക്കുവാൻ ഇടയാക്കിയതിനെ ഓർത്ത് ദൈവത്തെ ആദ്യം തന്നെ മഹത്വപ്പെടുത്തുന്നു. ഓസ്ട്രിയയിലെ, ഒരുപക്ഷെ യൂറോപ്പിലെ തന്നെ ഏറ്റവും ചെറിയ ക്രിസ്തീയ ഇടവകയായ സെന്റ് ബേസിൽ മൂന്നാം പിറന്നാൾ ആഘോഷിക്കുമ്പോൾ ഉന്നതങ്ങളിലേക്ക് കണ്ണുയർത്തി അവനെ സ്തുതിക്കുവാൻ മാത്രമാണ് തോന്നുന്നത്. കാരണം കഴിഞ്ഞ 3 വർഷങ്ങൾ ഈ ഇടവകയ്ക്ക്, വളരെ തുച്ഛമായ ആൾക്കാരുള്ള ഈ ഇടവകയ്ക്ക് ഒരു പ്രാവശ്യം പോലും ആരാധന മുടങ്ങേണ്ടി വന്നില്ല. ഒരു കുറവും ഉണ്ടായില്ല. മറിച്ച് ഓരോ ഇടവകകളിൽ, ഓരോ ഇടവകാംഗങ്ങളുടെ ഭവനങ്ങളിൽ കഴിഞ്ഞ 3 വർഷം ഉണ്ടായ അത്യുന്നതമായ പുരോഗതി, ഈ ഇടവകയെ മുന്നോട്ട് നടത്തുന്ന ഞങ്ങളുടെ കാൽപിതാവും മധ്യസ്ഥനുമായ എൽദോമാർ ബസേലിയോസ് ബാവായുടെ മധ്യസ്ഥത ഒരിക്കലും ഇല്ലാതെ പോവുകയില്ല എന്നുള്ള ഉറപ്പോടെ, ഓരോ ദിവസവും നിറഞ്ഞു കവിയുന്ന ഭണ്ഡാരത്തോടെ, നിറഞ്ഞു കവിയുന്ന അനുഗ്രഹങ്ങളോടെ ഈ ഇടവകയെ നടത്തിയ എൻ്റെ പരിശുദ്ധന്റെ പ്രാർത്ഥനയെ കേട്ട് ഈ ഇടവകക്കാരെ ഓരോരുത്തരെയും അനുഗ്രഹിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് പ്രവേശിക്കും. ഈ 3 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ഇടവക തുടങ്ങുമ്പോൾ കൂടെ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ആൾക്കാരെല്ലാം ഞങ്ങളുടെ കൂടെ ഉണ്ട്. അന്ന് തോമസ് അച്ഛൻ നടത്തിയ പ്രസംഗം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. എത്ര സഹോദര സ്നേഹത്തോടെ അദ്ദേഹവും ഞാനുമായിട്ട് കഴിഞ്ഞ 13 വർഷത്തെ ബന്ധമുണ്ട്. വിഷമങ്ങളിൽ എ ഫ്രണ്ട് ഇൻ നീഡ് ഈസ് എ ഫ്രണ്ട് ഇൻ ഡീഡ് എന്ന് ഇംഗ്ലീഷിൽ വെച്ചിട്ടുണ്ട്. വിഷമങ്ങളിലും പ്രയാസങ്ങളിലും കണ്ണുനീരുന്ന സമയങ്ങളിൽ കൂടെ നിന്ന് ശക്തി പകർന്ന ഒരു വലിയ ജ്യേഷ്ഠ സഹോദരൻ. ആ നിലയിലാണ് ബഹുമാനപ്പെട്ട തോമസ് അച്ഛനെ ഞാൻ കാണുന്നത്.
പെരുന്നാളിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ അച്ഛനച്ഛൻ്റെ ട്രാവൽ പ്ലാനർ നോക്കി ശനിയാഴ്ച വരാൻ പറ്റില്ല, വെള്ളിയാഴ്ച കണിശമായിട്ട് വരാമെന്ന് സമ്മതിച്ചു. എന്നാൽ കൃത്യസമയത്ത് തന്നെ നമ്മുടെ ഇടയിലേക്ക് എത്തിയിരിക്കുന്നു. ഇന്ത്യൻ കാതലിക് കമ്മ്യൂണിറ്റിയുടെ ചാപ്ലിയനായ ബഹുമാനപ്പെട്ട നമ്മുടെ ഓരോരുത്തരെയും പിതാവായ നമ്മുടെ ഓരോരുത്തരെയും സ്നേഹിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട ഡോക്ടർ തോമസ് താരപ്പള്ളി അച്ഛനെ ഈ മീറ്റിംഗിലേക്ക് ഞാൻ ഹൃദയംഗമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഇനിയും നമ്മുടെ കൂടെ അന്നും ഉണ്ടായിരുന്നു ബഹുമാനപ്പെട്ട അബൂന സാമി, സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ സെന്റ് പീറ്റേഴ്സ് സെന്റ് പൗലോസ് ഇടവകയുടെ വികാരിയാണ് അദ്ദേഹം. ഈ യൂറോപ്പിൽ തന്നെയുള്ള ഏറ്റവും യങ് ആയിട്ടുള്ള പാരീഷ്, യൂത്ത്ഫുൾ ആയിട്ടുള്ള പാരീഷ് എന്ന് ചോദിച്ചാൽ അത് അബൂന സാമിയുടേതാണ് നിലവിൽ പറയുന്നത്. അത്ര ഊർജ്ജസ്വലമായ ഒരു ഇടവക കഴിഞ്ഞ 5 വർഷങ്ങളായിട്ട് അദ്ദേഹം കൊണ്ടു നടത്തുന്നു. അതോടൊപ്പം തന്നെ ഈ അടുത്ത കാലത്ത് എല്ലാ സിറിയൻ ഓർത്തഡോക്സ് അർലിംഗ്യോൺ സുണ്ടറിക്കിന്റെയും ഫാക്ക് ഇൻസ്പെക്ടറുമായിട്ട് അദ്ദേഹത്തെ കൊട്ടൂർ മിനിസ്റ്റീരിയം അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. Ich gratuliere Abuna ganz herzlich zu deiner neuen Erwähnung als Fachinspektor und ich heiße dich ganz herzlich willkommen. Somo Shaino Abuna Taudim Mitul. പുതിയൊരു അച്ഛൻ്റെ മുഖം നമ്മളെല്ലാവരും ഇവിടെ കാണുന്നുണ്ട്. ആ അച്ഛനോട് വന്നിട്ട് 2-3 ആഴ്ചയായിട്ടുണ്ട്. നമുക്കൊക്കെ ജോയിക്കുട്ടി അച്ഛനെ ഒത്തിരി ഫേമസ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ജോയിക്കുട്ടി അച്ഛൻ്റെ പാട് നമ്മൾ കേൾക്കുന്നില്ല. ജോയിക്കുട്ടി അച്ഛൻ ഇവിടുത്തെ തൻ്റെ ശുശ്രൂഷ അവസാനിപ്പിച്ച് നാട്ടിലേക്ക് പോയിരിക്കുക. ആ ജോയിക്കുട്ടി അച്ഛൻ പോയ വിടവിലേക്ക് നമുക്ക് പുതുതായിട്ട് അനുഗ്രഹം നൽകുവാനായിട്ട് ബഹുമാനപ്പെട്ട വിൽസൺ അച്ഛൻ വിയനയിലേക്ക് പഠനത്തിനും ഇന്ത്യൻ ഓർത്തഡോക്സ് സെന്റ് തോമസ് ഇടവകയുടെ പരിചരണത്തിനുമായിട്ട് അച്ഛൻ കടന്നു വന്നിട്ടുണ്ട്. അച്ഛനെ ഞാൻ വന്നു ഒരാഴ്ച തന്നെ പരിചയപ്പെട്ടു. അച്ഛനോട് ഇങ്ങനെ ഒരു ഇടവകയുണ്ട്, കോലഞ്ചേരി പോലൊന്നും അല്ല വിയന്നയിലുള്ള യാബോവക്കാരും മിത്രാകക്ഷികളും അല്ലെങ്കിൽ ഇന്ത്യൻ ഓർത്തഡോക്സാരും സിറിയൻ ഓർത്തഡോക്സാരും കഴിയുന്നത് വളരെ സ്നേഹത്തോടെയാണ് എന്ന് അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛൻ്റെ മുഖത്ത് വലിയ പ്രകാശം ഉണ്ടായി. അത് ഞങ്ങളെല്ലാം ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്ന കാര്യം വഴക്കമാണ്. അപ്പോൾ അച്ഛൻ വളരെ സന്തോഷത്തോടെ സംബന്ധിച്ച് വെച്ചാൽ ഞാൻ വരാം എന്ന് പറഞ്ഞു. ആ വാക്ക് പാലിച്ച് കൃത്യസമയം വിശുദ്ധ പ്രാർത്ഥനയുടെ തുടക്കത്തിൽ തന്നെ അച്ഛൻ വന്നു. ആരാധനയിലെല്ലാം സംബന്ധിച്ച് വലിയ സന്തോഷമാണ് മനസ്സിന്. കാരണം മതിലുകൾ ഇടിഞ്ഞു വീഴുമ്പോൾ സന്തോഷിക്കുന്നത് ദൈവമാണ്. ആ ദൈവം കണിശമായിട്ട് ഇന്നത്തെ സന്ധ്യ പ്രാർത്ഥനയിൽ വളരെ ശ്രദ്ധിച്ചിട്ടുണ്ട്, വളരെ സന്തോഷിച്ചിട്ടുണ്ട്. എനിക്കുറപ്പുണ്ട് ബഹുമാനപ്പെട്ട വിൽസനച്ചൻ ഈ ചെറിയ ഇടവകയുടെ ഈ പ്രോഗ്രാമിലേക്ക് കടന്നു വന്നതിൽ ഞങ്ങൾ നന്ദിയുള്ളവരാണ്. അച്ഛനെ ഹൃദയംഗമായിട്ട് ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്തു. കഴിഞ്ഞ ക്രിസ്മസിനോടനുബന്ധിച്ച് ഫ്രണ്ട്സ് ഓഫ് ചങ്ങനാശ്ശേരിയുടെ ഒരു മീറ്റിംഗ് ഉണ്ടായി. ആ മീറ്റിംഗിൽ വെച്ച് വളരെ വിയന്നയിലെ പല മലയാളി ഡിപ്ലോമസിനെയും നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. അവരുടെയൊക്കെ ഡിപ്ലോമസി നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. അവർക്കൊക്കെ പലപ്പോഴും ആത്മീയ കാര്യങ്ങളിൽ വലിയ അല്ലെങ്കിൽ പള്ളി വരുന്നതൊക്കെ പലപ്പോഴും കുറവായിട്ട് തോന്നുന്ന പല ഡിപ്ലോമസിനെയും നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തനായിട്ട് ഒരു ഡിപ്ലോമാറ്റിനെ ഞാൻ പരിചയപ്പെട്ടു. അദ്ദേഹം ഇവിടെ ഇരിപ്പുണ്ട്. വളരെ ഭംഗിയുള്ള നനച്ച തലയുമായിട്ട്, കിരീടമായ നനച്ച തലയുമായിട്ട് അദ്ദേഹം യുണൈറ്റഡ് നേഷൻസിന്റെ ന്യൂക്ലിയർ അറ്റോമിക് എനർജി ഏജൻസിയിലെ ഒരു സെക്ഷൻ ഹെഡാണ്. ഡിപ്ലോമാറ്റായിട്ട് അദ്ദേഹം ജോലി ചെയ്യുന്നു. അദ്ദേഹം അങ്ങനെയുള്ള ഒരു നിലയിലല്ല, ആ ഒരു സ്റ്റാറ്റസിലല്ല ഞാൻ അദ്ദേഹത്തെ ഈ മീറ്റിംഗിലേക്ക് ക്ഷണിച്ചത്. മറിച്ച് അന്ന് FOCയുടെ മീറ്റിംഗിൽ വെച്ച് അദ്ദേഹം വളരെ കുറച്ചു നേരം കൊച്ചു കുഞ്ഞുങ്ങളെ, ചെറുപ്പക്കാരെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് വളരെ മനോഹരമായ, വളരെ ക്രിസ്പി ആയിട്ടുള്ള ഒരു നല്ല മെസ്സേജ് യൂത്തിനെ അദ്ദേഹം ഡെലിവർ ചെയ്തു. ഐ വാസ് സോ മച്ച് ഇംപ്രസ്ഡ്. ആ ഒരു മെസ്സേജിൽ നിന്നാണ് ഈ തോമസ് കുൽസാറിനെ നമുക്ക് വിയന്നയിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ടോ. നമ്മുടെ യൂത്തിന് ഇദ്ദേഹം 20 വർഷമായിട്ട് അമേരിക്കയിലുള്ള അമേരിക്കൻസും ഇന്ത്യൻസുമായിട്ടുള്ള യൂത്തുമായിട്ടുള്ള ഇന്ററാക്ഷൻസ് അദ്ദേഹത്തിന് മുതൽക്കൂട്ടായിട്ടുണ്ട്. ഒത്തിരി ആൾക്കാരെ ദൈവത്തിലേക്ക് തിരിപ്പിക്കാൻ, പ്രത്യേകിച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ള ഏജിൽ നിൽക്കുന്ന കുഞ്ഞുങ്ങൾ ദൈവത്തിന്റെ വഴിയിൽ വിട്ടുപോകാതെ ദൈവത്തിന്റെ സന്നിധിയിൽ ഉറച്ചു നിൽക്കുവാൻ ഇടയാക്കിയ ദൈവം ഉപയോഗിച്ച ഒരു ഉപകരണമായിട്ടാണ് ഞാൻ തോമസ് കുൽസാറിനെ കാണുന്നത്. അദ്ദേഹം ഇന്ന് ഈ ഇടവകയിൽ നമുക്ക് ക്ലാസ് എടുത്ത് അനുഗ്രഹിക്കുന്നതിനായിട്ട് കടന്നു വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വരലിനെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. വി വെൽക്കം യു വെരി മച്ച് ഹാർട്ട്ഫുള്ളി. താങ്ക് യു ഫോർ ഇനി വെൽക്കം ചെയ്യാനുള്ള ഒത്തിരി ആൾക്കാരുണ്ട്. ഓരോരുത്തരെയും പേഴ്സണലായിട്ട് പറയുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും ചെറിയ ഇടവയിലെ ആൾക്കാർ എത്രത്തോളം സ്നേഹിച്ച് എത്രത്തോളം ആൾക്കാർ
സെന്റ് തോമസ് ഇന്ത്യൻ ഓർത്തഡോക്സ് ചർച്ചിൽ നിന്നുള്ള ആൾക്കാരുണ്ട്, സെന്റ് മേരീസ് ഇന്ത്യൻ ഓർത്തഡോക്സ് ചർച്ചിൽ ഇടവയിൽ നിന്നുള്ള ആൾക്കാരുണ്ട്, സെന്റ് പെട്രൂസും സെന്റ് പൗലോസ് ഇടവയിൽ നിന്നുള്ള ആൾക്കാരുണ്ട്. അതോടൊപ്പം തന്നെ ഞങ്ങൾ നമ്മളെ എപ്പോഴും സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന നമ്മുടെ ഫോക്കലാരയിൽ നിന്നുള്ള വിശ്വസ്തമാരുണ്ട്. Die Liebe und die Einheit, was wir mit der Fokolare Bewegung erfahren. Und die Erfahrung der Jesus in der Mitte. Wenn ihr immer wieder, wenn ihr zu uns kommt, ist es wirklich eine große Freude. Es ist wirklich eine Freude der Einheit, dass wir alle eins vor unserem Vater zusammensitzen. Danke für das Kommen. വന്ന എല്ലാ ആൾക്കാരെയും ഈ ഇടവകയിലേക്ക് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്തു. ഇനി നമുക്ക് പ്രോഗ്രാമിലേക്ക്